എൻ്റെ പേര് ബിബിൻ ഗീവറീസ് മാത്യു. ഞാൻ പുതുപ്പള്ളിയിൽ നിന്ന് വരുന്നു. ആദ്യമേ ഇവിടെ ഉടമ്പടി എടുത്ത എൻ്റെ അമ്മയായിരുന്നു. അപ്പോൾ അമ്മ മുഖേനയാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ആദ്യത്തെ ഞാൻ മസ്കറ്റിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ആ സമയത്ത് എൻ്റെ ജോലി നഷ്ടപ്പെട്ട് 2021 ഫെബ്രുവരി ജോലി നഷ്ടപ്പെട്ട് തിരിച്ചിവിടെ വന്നു. അപ്പോൾ ജോലി കിട്ടാൻ ഭയങ്കര പ്രയാസമാണ്. പപ്പായ്ക്കും ജോലിയില്ല അവസ്ഥയിലായിരുന്നു. അപ്പോൾ അമ്മ ഇവിടെ നിയോഗം വെച്ചായിരുന്നു. അവിടെ ജോലിയും എൻ്റെ വിവാഹം കൂടിയാണ് നിയോഗം വെച്ചത്. അപ്പോൾ അങ്ങനെ അളിയൻ മുഖേന സൗദിയിൽ നിന്ന് എനിക്കൊരു ജോലി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അപ്പോൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത സമയത്ത് അവർ പാസ്സായി. അപ്പോൾ അവരോട് പറഞ്ഞ് നിങ്ങൾക്ക് വിസ ഇഷ്യൂ ചെയ്യുന്നത് ബിസിനസ് വിസയാണ്, പെർമനൻ്റ് അല്ല. അപ്പോൾ 1 ഇയർത്തേക്ക് മാത്രമേ വിസയുള്ളൂ. അപ്പോൾ അങ്ങനെ പറഞ്ഞ് ഞാൻ എഗ്രി ചെയ്തു. അങ്ങനെ തിരിച്ച് സൗദിക്ക് പോകുമ്പോൾ ആ സമയത്ത് വിവാഹം നടന്നു. അങ്ങനെ ഞാൻ 2023 ജൂലൈ ഒക്കെ ആയപ്പം തിരിച്ച് സൗദിക്ക് ജോലിക്ക് പ്രവേശിച്ചു. അപ്പോൾ എന്നോട് അമ്മ പറഞ്ഞാൽ നീ ഇവിടെ ഉടമ്പടി എടുത്തിട്ട് പോകണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പം എനിക്കന്ന് ഇച്ചിരി സ്മോളൊക്കെ അടിക്കുന്ന കൂട്ടത്തിലായതുകൊണ്ട് എനിക്കൊന്ന് പറ്റത്തില്ലായിരുന്നു ഉടമ്പടി എടുക്കാൻ. അപ്പോൾ പേടിയായിരുന്നു. അപ്പോൾ ഞാനങ്ങനെ അങ്ങോട്ട് സൗദിക്ക് ജോലിക്ക് പോയി. എനിക്ക് അവിടെ ജോലി ചെയ്യുന്നതിന് ശേഷം ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. അപ്പം കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ കാരണം എനിക്ക് ജോലി ശരിക്കും ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പോൾ അവിടെ തന്നെ എൻ്റെ തെറ്റ് കാരണം കുറേ ബാഡ് ഇമേജ് അവിടെ ജോലി സ്ഥലത്തായി. അങ്ങനെ പിന്നെ കുറേ കംപ്ലയിൻസ് ഒക്കെ വന്നു. എനിക്ക് അവിടെ പിടിച്ചിരിക്കാൻ പറ്റത്തില്ല, ഭയങ്കര അവസ്ഥകൾ വന്നു. അപ്പം ജോലി അവർ പെർമനൻ്റ് ആകത്തില്ലെന്നൊരു രീതിയിലൊക്കെ വന്നു. അപ്പം പെട്ടെന്ന് അമ്മ എന്നോട് പറഞ്ഞു ഇങ്ങനെ നീ ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനവിടെ ഈ മാർച്ച് ഇപ്പോൾ ഓൺലൈനായിട്ട് ഉടമ്പടി ഞാൻ എടുത്ത് എനിക്കപ്പോൾ അവിടെ ജോലി ചെയ്യാനൊരു ഭയങ്കരമായിട്ട് ഒരു പോസിറ്റീവ് വന്നു. അപ്പോൾ കോൺസെൻട്രേഷൻ ചെയ്യാൻ സാധിച്ചു. നല്ല രീതിയിൽ അത്യാവശ്യമൊക്കെ എനിക്ക് കിട്ടുമെന്നൊരു ഉറപ്പ് ഉള്ളിൽ നിന്നൊരു മാതാവ് എന്നെ കൊണ്ട് പറയിക്കുന്ന പോലെ ഒരു ശക്തി എനിക്ക് വന്നു. അപ്പോൾ ഞാനങ്ങനെ അവിടെ നിന്നു. അങ്ങനെ എനിക്കിവിടെ ഏപ്രിലായപ്പോൾ നാട്ടിലോട്ട് വരാൻ ഒരു അവസരം കിട്ടി. അപ്പം നാട്ടിൽ ഞാൻ ഇവിടെ വന്നു. ഏപ്രിൽ വന്ന് ഇവിടെ തീർത്ഥാടന ഉടമ്പടി എടുത്ത് തിരിച്ചു പോയി. അപ്പോൾ എനിക്ക് സെപ്റ്റംബർ 2024 സെപ്റ്റംബർ 4 വരെ വിസ ഡേറ്റ് ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് എനിക്ക് അവിടെ ജോലി ചെയ്യാൻ പറ്റത്തില്ലാത്ത അവസ്ഥ വന്നു. അപ്പോൾ ഞാൻ അവരോട് ചോദിക്കുന്നുണ്ട്. ഞാൻ മെയ് തിരിച്ച് അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ ചോദിക്കും. അവരൊന്നും കൺഫേം ഒന്നും പറയുന്നില്ല. എനിക്ക് വിസ എങ്ങനെയാണെന്നൊന്നും ശരിക്കും കൺഫേം പറയുന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് ഉടമ്പടി ഇവിടുന്ന് എടുത്ത എല്ലാ കാര്യങ്ങളൊക്കെ വേണ്ട രീതി കറക്റ്റായിട്ട് ചെയ്യുന്നു, എല്ലാം പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എനിക്ക് മനസ്സിൽ സമാധാനമുണ്ട്, കിട്ടുമെന്നൊരു പ്രതീക്ഷയുണ്ട്. വേറെ വഴിയില്ല, വീട്ടിൽ വേറെ വഴിയില്ല. പപ്പായ്ക്ക് ജോലിയില്ല, പെങ്ങളുണ്ട്, അവളെ കെട്ടിക്കണം. അപ്പം അവളുടെ ഭാര്യയുടെ കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ ചിലവും കാര്യങ്ങളൊക്കെ ടെൻഷനാണ്. അങ്ങനെ കുടുംബം മുന്നോട്ട് പോകണമല്ലോ, അപ്പോൾ ജോലി വേണം മെയിനായിട്ട്. അപ്പോൾ ഞാനിങ്ങനെ മുന്നോട്ട് ഇവരോട് ഓഫീസിൽ ചോദിക്കുന്നതൊന്നും മറുപടി ഒന്നും പറയുന്നില്ല. അങ്ങനെ കറക്റ്റ് ഇങ്ങനെ വിസ കഴിയാറായി. 4 വിസ കഴിയും. അപ്പോൾ 3 അവർ ടിക്കറ്റ് എടുത്ത് നാട്ടിലേക്ക് പോകാൻ പറഞ്ഞ് ടിക്കറ്റ് എടുത്തു. അപ്പോൾ അവരോട് ഞാൻ തലേദിവസം ഇങ്ങനെ ചോദിച്ചപ്പം അവർ പെട്ടെന്ന് എന്നോട് പറഞ്ഞു ഓക്കെ ബിബിൻ പേടിക്കണ്ട, വിസ നിങ്ങൾക്ക് റെഡിയാവും. അപ്പോൾ അതിൻ്റെ പ്രോസസ്സ് ഞങ്ങൾ ഇവിടുന്ന് സൈനൊക്കെ ചെയ്തിട്ട് നാട്ടിൽ പൊക്കോളെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു, യേശുവെ നന്ദി, ശരിക്കും പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഞാൻ സൈൻ ചെയ്തു. ഇവിടെ ഞാൻ 3 തിരിച്ച് ഇവിടെ വന്ന് മെഡിക്കലെല്ലാം കഴിഞ്ഞു, ബയോമെട്രിക് കഴിഞ്ഞു. എനിക്ക് ഒരു പുതിയ പെർമനൻറ്റ് വിസ എനിക്ക് ഇഷ്യൂ ചെയ്ത് തന്നു. ഞാൻ ഈ വെള്ളിയാഴ്ച തിരിച്ച് അങ്ങോട്ട് സൗദിക്ക് പോവുകയാണ്. അത് എൻ്റെ കഴിവുണ്ടോ എൻ്റെ പ്രവൃത്തി കൊണ്ടോ ഒന്നുമല്ല. കാരണം എനിക്ക് ജോലി ചെയ്യാൻ സമയത്ത് അവിടെ ചെന്ന് ജോലി ചെയ്യാൻ ഒന്നും പറ്റിയില്ല. കാരണം മാനസികമായ അസ്വസ്ഥത കാരണം ജോലി കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റുന്നില്ല. ഭയങ്കര ഒരു ബാഡ് ഇമേജ് എൻ്റെ കയ്യിൽ നിന്ന് മിസ്റ്റേക്ക് തന്നെ പറ്റിപ്പോയി. അപ്പോൾ ജോലി ഇവിടെ ഒരിക്കലും കിട്ടത്തില്ല അവസ്ഥ. അപ്പോൾ ഇത് ഞാനിവിടെ ഉടമ്പടി എടുത്ത് അമ്മയുടെ മധ്യസ്ഥയാൽ എൻ്റെ കർത്താവ് എനിക്ക് തന്ന ഒരു ജോലി തന്നെയാണ് ഇത്. എൻ്റെ കഴിവുകൊണ്ടൊന്നും അല്ല ഇത് കിട്ടിയത്, ദൈവത്തിൻ്റെ കാരുണ്യം കൊണ്ട് മാത്രമാണ്. അപ്പം തിരിച്ച് ഞാൻ ഈ വെള്ളിയാഴ്ച തിരിച്ച് ഞാൻ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഞാനവിടെ പ്രദേശത്തെ പ്രവർത്തനം ഞാനവിടെ ചെയ്യുന്നുണ്ട്. ഇവിടെ വന്ന സമയത്ത് പത്രം തന്നെ ഈ മെഡിക്കൽ സെൻറ്റർ അവിടെ എല്ലാം കൊടുത്തു. പാവപ്പെട്ടവരെ സഹായിക്കുന്നു. പൈസ എന്നെ കഴിയുമെന്ന് എന്നെ ഉള്ള സമയത്ത് പൈസ അനുസരിച്ച് ഞാൻ അവരെ സഹായിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ സൗദിയിൽ ഈ ബംഗാളികളുണ്ട്. അപ്പോൾ അവർ ഈ മുനിസിപ്പാലിറ്റി ജോലി ചെയ്യുന്നവരാണ്. അപ്പോൾ അവർക്ക് തീരെ സാലറി കുറവാണ്. അവർക്ക് ഒരു നേരത്തെ ആഹാരമൊക്കെ എന്നെ കഴിയുമെന്ന് ഞാൻ ചെയ്തു കൊടുത്തു. അങ്ങനെ പ്രദേശപ്രവർത്തനം ചെയ്യുന്നുണ്ട്. പിന്നെ ഉപ്പിട്ട് ഞാൻ തലേദിവസം, അതായത് എൻ്റെ വിസ ഒന്നും ഉറപ്പില്ലാത്ത സമയത്ത് അതിൻ്റെ തലേദിവസം ഞാൻ ക്യാബിനിൽ എൻ്റെ സിസ്റ്റത്തിലേക്ക് ഉപ്പിട്ട് ഞാൻ പ്രാർത്ഥിച്ച് അത് കഴിഞ്ഞാണ് എനിക്കിത് കൺഫേമായിട്ട് അവർ വിസ എനിക്ക് തരുന്നത്. അതിന് ഞാൻ കർത്താവിനോടും എൻ്റെ അമ്മയുടെ മധ്യസ്ഥയാൽ ഞാൻ 1000 നന്ദി പറയാം. യെശയ്യാ പ്രവാചകൻ്റെ